മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 38 ഇങ്ങനെ പറയുകയാണ്: മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മേരി എന്ന വാക്കിൽ നിന്നുമാണ്, അത് ഈജിപ്ഷ്യൻ പദമാണ്, അതിൽ നിന്നുമാണ് മറിയം എന്ന പദം കടന്നു വന്നത്. അർത്ഥം വളരെയേറെ സ്നേഹിക്കപ്പെട്ടവൾ എന്നാണ്. ഞാനിന്ന് ആ പദം എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസ്നേഹം പൂർണ്ണമായും സ്വീകരിച്ച് അതിന് പ്രത്യുത്തരം കൊടുത്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് അവൾക്ക് മേരി എന്ന പേര് ഏറ്റവും അനുയോജ്യമായി മാറിയത്. സ്നേഹം സ്വീകരിച്ച് പ്രത്യുത്തരം കൊടുക്കുന്ന വ്യക്തികളാകണം നമ്മളൊക്കെ. മാതൃഭക്തരായ നമ്മുടെ കടമയാണ്. സ്നേഹം സ്വീകരിക്കുവാൻ 3 തടസ്സങ്ങളുണ്ട്. ഒന്ന്, തരുന്നയാളിന്റെ ആത്മാർത്ഥതയിലുള്ള സംശയം. രാവിലെ ഭാര്യ വന്ന് ഭർത്താവിനോട്, ചേട്ടനെ പോലൊരു നല്ല ഭർത്താവിനെ കിട്ടിയല്ലോ എന്ന് പറയുമ്പോഴേ ചേട്ടൻ സംശയിക്കും, ഇന്നിവൾ ഏതാണ്ടൊക്കെ പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. അവർ സംശയമായി. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സ്വീകരിക്കുന്നില്ല. അപ്പൊ തരുന്ന ആളിന്റെ ആത്മാർത്ഥമുള്ള സംശയം സ്നേഹം സ്വീകരിക്കാൻ തടസ്സമാണ്. രണ്ടാമത്, കൊടുക്കുവാൻ മടിയുള്ളവരും സ്വീകരിക്കത്തില്ല. ഒരാൾ നമ്മളോട് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയാതെ ഒന്ന് തലയാട്ടുക മാത്രം ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള മടിയാണ്. മുഴുവൻ സ്വീകരിച്ചാൽ കൊടുക്കേണ്ടി വരും. മൂന്നാമത്, കൊടുക്കാൻ പറ്റുമോ എന്ന ഭയം. ഇതൊക്കെ സ്വീകരിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഈ 3 തടസ്സങ്ങളുണ്ട് സ്നേഹം സ്വീകരിക്കുന്നത്. ഈ തടസ്സങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ദൈവസ്നേഹം മുഴുവനായും സ്വീകരിച്ച് പ്രത്യുത്തരം കൊടുത്ത പരിശുദ്ധ അമ്മയെ പോലെ നമ്മളും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ അനുഭവങ്ങളും സ്നേഹത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രത്യുത്തരം കൊടുക്കുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം എന്ന പരിശുദ്ധ അമ്മ നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.